അപ്പൊ ഗൈസ് നമ്മള് മീൻ കട്ട് ചെയ്യാൻ പോവുകയാണ്. ആദ്യമായിട്ടാണ് നമ്മൾ മീൻ കട്ട് ചെയ്യുന്നത്. മീൻ ക്ലീൻ ആക്കാൻ വേണ്ടി നമ്മുടെ ചങ്ക് നമ്മളെ ഏൽപ്പിച്ചു പോയതാണ്. ചങ്ക് വരുമ്പോഴത്തേനും നമുക്ക് മീനൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതാണ് മീൻ. മീനെങ്ങനെയുണ്ട്? ഉഷാറല്ലേ? കണ്ടില്ലേ? ഇതാണ് കേട്ടോ മീൻ. അല്ലാഹ് പഠിച്ചോനെന്താ എവിടെ പിടിക്കണം അവരുടെ അറിയില്ല. ഇനിയിപ്പോൾ ഇതെങ്ങനെ ഇതിൻ്റെ ചെതമ്പലൊക്കെ കളയാനാ പറഞ്ഞിരിക്കണത്. നിങ്ങൾക്കിത് കറക്റ്റായി കാണുന്നുണ്ടോയെന്ന് അറിയണില്ല. ഞാൻ തുടങ്ങുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇങ്ങനെ കളയല്ലേ നോക്കാം. ഇങ്ങനെയൊക്കെ നടക്കാന്ന് അറിയില്ല. ചങ്ക് വരുമ്പോഴത്തേനേ ചങ്ക് മീനെ പോയിരിക്കുക. മീനെ ബജാറിൽ പോയിരിക്കുകയാണ് സാധനങ്ങൾ മേടിക്കാൻ. കട്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ആൾ. കാരണം ആൾക്കറിയാം എനിക്കിത് അറിയില്ലാന്ന്. എന്നോട് ഇതിൻ്റെ ചെതമ്പല് ഇതിൻ്റെ ചെളുക്ക ഇതിങ്ങനെ ക്ലീനാക്കി വളരാൻ പറഞ്ഞിരിക്കുന്നത്. ആദ്യമായിട്ടാണ് നമ്മളിത് ചെയ്യുന്നിട്ടാ. ഇതെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് ഏതാണെന്നൊക്കെ നിങ്ങൾ കമൻറ്റിൽ പറയണം. ഓക്കെ. മുള്ളൊക്കെ ഉണ്ടിട്ട് അതിന്. ഇത് അമൂർ അല്ലേ ഈ മീന്? ഇങ്ങനെ തോന്നുന്നുണ്ട്. തിന്നാനൊക്കെ അറിയാം. തിന്നാനും അതിൻ്റെ കുറ്റം കുറവൊക്കെ പറയാനൊക്കെ അറിയാം. പക്ഷെ ഇത് നന്നാക്കാനും ഉണ്ടാക്കാനൊന്നും അറിയില്ല. 55 വയസ്സായി പറഞ്ഞിട്ട് കാര്യമില്ല. ക്ലീനാക്കേണ്ട കാര്യത്തിൽ കുഴപ്പമില്ല. വീട് ക്ലീനാക്കുക, ബാത്റൂം ക്ലീനാക്കുക, കഴുകുക, ഇസ്ത്രി ചെയ്യുക, അങ്ങനെയുള്ളതൊന്നും കുഴപ്പമില്ല. പക്ഷെ വെച്ചുണ്ടാക്കേണ്ട കാര്യത്തിൽ ഇതുവരെ അറിയില്ല. നോക്കട്ടെ എത്രത്തോളം ഇത് പ്രാബല്യത്തിലാവുമെന്നൊന്നും തീർച്ചയൊക്കെ ഉണ്ട്. ഇതിൻ്റെ ചെലവിലൊക്കെ തീർച്ചയായും കാണാം. പിന്നെ ചെലവിലൊക്കെ എടുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ചങ്കിട് വന്നാൽ മതിയായിരുന്നു. ചങ്ക അടിപൊളി കുക്കാണ്. പേര് സുബൈർ എന്നാണ്. സുബൈർ മുള്ളൂർക്കരാണ്. അപ്പോൾ ആൾക്കിത് ഉണ്ടാക്കാനൊന്നും അധികം സമയമൊന്നും വേണ്ട. നന്നാക്കാനാണെങ്കിലും കുടിക്കാനാണെങ്കിലും കറി വെക്കാനാണെങ്കിലും അടിപൊളി ടേസ്റ്റ് ആയിരിക്കാനുള്ള ഫുഡ്. ഇതിപ്പോൾ അബുദാബിയിലുള്ളത്. അബുദാബിയിലെ ഹൗസ് ഡ്രൈവറാണ്. പക്ഷെ എന്ത് ചെയ്യും, ഇവിടുന്ന് തരും ഫുഡ്. അതവർക്ക് ടേസ്റ്റ് പോരാന്ന് പറഞ്ഞിട്ടാണ്. എനിക്ക് എന്ത് കിട്ടിയാലും നടക്കും. വെച്ചുണ്ടാക്കി തിന്നൊന്നും ഞാൻ കൊണ്ട് നടക്കുന്ന പരിപാടിയല്ല. പാവം എൻ്റെ വൈഫൈ നാട്ടിലുള്ളപ്പോഴേ തീരെ വയ്യ. ആൾക്ക് തല പൊന്നുന്നില്ല. ഇത്രയും വയ്യ. അത് കിടക്കുക. അപ്പോൾ ഒരു തുള്ളി വെള്ളം കുടിക്കണം. എന്തെങ്കിലും കുറച്ച് കിട്ടിക്കഴിഞ്ഞാൽ ആൾക്ക് ചെന്ന് കഴിഞ്ഞിട്ട് ഗുളിക കഴിക്കണം. ആൾക്ക് പാവത്തിന് ഒരു നിവൃത്തിയില്ല. നല്ല പനിയാണ്. അപ്പോൾ കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കയറി അടുക്കളയിൽ. ഒരു രൂപമില്ല. കഞ്ഞിയൊക്കെ ഉണ്ടാക്കിയത് ആകെ കൊളായി. എൻ്റെ ചെറിയ മോളന്ന് അതിനായിട്ടില്ല. പ്രായം ചെറിയ കുട്ടിയാണ്. എന്നാലും അതിനറിയണ പോലെ അതിൻ്റെ കൂടെ നിന്നു. അന്നൊക്കെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി എന്നുള്ള ഒരു ഫീൽ ചെയ്തു. കാരണം എന്തായാലും നമ്മുടെ ഭാര്യമാർ വയ്യാണ്ടായി കഴിഞ്ഞാൽ കുക്കിങ് അറിയാത്ത ഭർത്താക്കന്മാരുടെ കാര്യം കട്ടപ്പോകെ. നമ്മുടെ കാര്യമല്ല, അവരുടെ കാര്യം. അവരുടെ കഷ്ടപ്പാട്, ബുദ്ധിമുട്ട്, അവരെത്ര വയ്യെങ്ങനെ എണിച്ചിട്ട് നമുക്ക് അപ്പം അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. എന്നിട്ട് ഞാൻ പഠിക്കാൻ വേണ്ടി കുറേ ശ്രമിച്ചു. പക്ഷെ തീരെ ശരിയാവില്ല. ഇനിയിപ്പോൾ ഇതെന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ ചെളുക്ക കളഞ്ഞിട്ട് വെച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അല്ല, ജീവിക്കണമെങ്കിൽ മക്കളെ എളുപ്പമൊന്നുമല്ല. നല്ല കഷ്ടപ്പാടുണ്ട്. എല്ലാം അറിഞ്ഞിരിക്കണം, എല്ലാം പഠിക്കണം. ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് തീരുമാനം പറഞ്ഞേട്ടാ. എന്തും ചെയ്യാനുള്ള നല്ല കാര്യങ്ങൾ, ജീവിക്കാനുള്ള നല്ല കാര്യങ്ങളാണ്. ഒന്നും പഠിപ്പിക്കാതെ നല്ല കാര്യങ്ങളൊക്കെ ഇങ്ങനെ മതിയാവൂലേ. അപ്പോൾ മുളത്തിന് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞത് അതുകൊണ്ട് കുറേ സമാധാനം. സമാധാനം ഇറങ്ങാറ്. അവർക്കറിയപ്പോൾ ഞാൻ